വാളയാറിലെ പെൺകുട്ടികൾ തൂങ്ങി മരിച്ച സംഭവത്തിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബന്ധു വന്നിരിക്കുകയാണ്. കുട്ടികളുടെ അമ്മയും കുടുംബവും കുറച്ചു ദിവസം തന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. മദ്യപിച്ചതിനാൽ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു എന്ന ചെറിയച്ഛന്റെ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. 13 വയസ്സുകാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നു. പക്ഷേ മൊഴി കൊടുക്കാൻ കുട്ടിയുടെ അമ്മ സമ്മതിച്ചില്ല എന്ന വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വരുന്നത്. സച്ചിൻ വള്ളിക്കാടുണ്ട് വിശദാംശങ്ങളുമായി. അതിനു മുൻപേ പ്രതികരണത്തിലേക്ക്. ഏട്ടനനിയും പറഞ്ഞ മക്കളും എനിക്ക് ചെറിയച്ഛനായിട്ട് വരും. ഇവിടെ കുറേ താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചേച്ചിൻ്റെ വീട്ടിൽ സ്ഥലത്തിൽ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ ഇവളുടെ ശരിയില്ല പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയില്ല. ഞാൻ പെണ്ണുങ്ങളെ വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ പറഞ്ഞാൽ ഇവിടെ വേണ്ട, നീ അവിടെ എവിടെയും പോയിരുന്നു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മുറിച്ച് കൂട്ടാണ്. വേറെയും പെൺകുട്ടികൾക്കുണ്ട്. അത് കാരണം ഇവളുടെ പോക്ക് ശരിയില്ല. അത് കാരണം ഞങ്ങൾ ഇവിടെ വേണ്ട, നീ നിൻ്റെ സ്ഥലത്ത് അവിടെ പോയിട്ടിരുന്നോ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടോ. ബാക്കി ഇതിൻ്റെ മൂത്ത മകൾ തൂങ്ങി മരിച്ചെന്ന് പറയുന്നു. ഞാൻ ഇവിടെ വന്ന് തുണി മാറ്റി അപ്പം തന്നെ അങ്ങോട്ട് പോയി. പിന്നെ അപ്പം ഞാൻ ചുറ്റുപാടും ഇതൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു 3-4 ചാക്ക് കുപ്പിയുണ്ടാവും. 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ചീട്ട് കളിച്ചതിൻ്റെയും ഇതിലൊക്കെ തൂക്കിങ്ങനെ വെച്ച് ഇരുന്നിട്ട് 8-9 ചീട്ടുകെട്ടും ഉണ്ടാവും അവിടെ. അതിന് വേണ്ടിയിട്ട് കൂടി രൂപയുടെ വേണം. എൻ്റെ മകളെ ഏത് മരുന്നിലേക്ക് കൊണ്ടുപോകാൻ തള്ളി കൂട്ടുകൊണ്ട് കുട്ടിനെ കൈ പിടിച്ച് വലിച്ചിട്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ മകളെ കൊണ്ടുപോയില്ല. കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ മൊഴി കൊടുത്താണെങ്കിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് ഇവിടെ അനുവദിച്ചില്ല. അനുവദിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഈ മാറിൻ്റെ ഇടവ മാറുകളിൽ ഒരു തീപ്പൊള്ളിയമ്മയിലൊരു പാടും തൊടയിലൊരു പാടും കണ്ടത്. വീഡിയോ എത്തിച്ചിട്ട് കുത്തിയമ്മയിലുള്ള പാടും, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സച്ചിൻ, കൃത്യമായ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു. നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ. 13 വയസ്സുകാരി ആത്മഹത്യയ്ക്ക് ശേഷം 13 വയസ്സുകാരിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം അതിൻ്റെ അനിയത്തി 9 വയസ്സുകാരിയായ പെൺകുട്ടി മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്നു ആ സംഭവത്തിൽ. പക്ഷേ ആ പെൺകുട്ടികളുടെ അമ്മ അതിന് സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മയെ കൂടി പ്രതിയായി ചേർക്കപ്പെട്ട CBI കുറ്റപത്രത്തിൽ പ്രതിയായി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ വളരെ നിർണായകമാകുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിനിഷ, തീർച്ചയായും CBIക്കടക്കം ബന്ധുക്കൾ നൽകിയിട്ടുള്ള ഒരു മൊഴികളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഭാഗ്യവതിയുടെ ചെറിയച്ഛൻ C. കൃഷ്ണൻ ഇപ്പോൾ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും അദ്ദേഹം കൈരളി ന്യൂസുമായി പങ്കുവച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു വിഷയം, ഭാഗ്യവതിയും കുടുംബവും ഈ C. കൃഷ്ണൻ്റെ വീട്ടിലടക്കം താമസത്തിനായി വന്നിരുന്നു. ആ സമയങ്ങളിൽ ഭാഗ്യവതിയുടെ മദ്യപാനം കാരണം വീട്ടിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം C. കൃഷ്ണൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യവതി അട്ടപ്പള്ളത്തെ സ്വന്തം വീട്ടിലേക്ക് പോയതിന് ശേഷം അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഒരു തൂങ്ങിമരണം, ദാരുണമായ തൂങ്ങിമരണം, പെൺകുട്ടികളുടെ തൂങ്ങിമരണം ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുകാരി തൂങ്ങി മരിച്ചപ്പോൾ ഉടൻ തന്നെ ഈ വിവരമറിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഭയങ്കര അത്ഭുതകരമായ കാഴ്ചകളാണെന്നാണ് C. കൃഷ്ണൻ വെളിപ്പെടുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഈ കുട്ടി മരിച്ചതിന് തൊട്ടടുത്തുള്ള മുറിയിൽ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ 10-15 പേർ കളിച്ച ഷീട്ടുകെട്ടുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് C. കൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടാമത്തെ കുട്ടി 9 വയസ്സുകാരി പോലീസിന് നിർണായകമായ വെളിപ്പെടുത്തലുകൾ നൽകാൻ തയ്യാറായിരുന്നു, മൊഴി നൽകാൻ തയ്യാറായിരുന്നു. അടുത്ത ബന്ധുക്കളുമായി ചേർന്നുകൊണ്ട് മൊഴി നൽകാൻ വേണ്ടി കുട്ടിയെ കൊണ്ടുപോകാൻ കൃഷ്ണൻ അടക്കമുള്ള ബന്ധുക്കൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഭാഗ്യവതി അത്തരത്തിലുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന കാര്യവും കൃഷ്ണൻ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ അമ്മ ഭാഗ്യവതി സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യവും കൃഷ്ണൻ വെളിപ്പെടുത്തി. ഈ രണ്ടാമത്തെ കുട്ടി
മരണപ്പെടാനുണ്ടായ കാരണക്കാരി ഈ അമ്മ ഭാഗ്യവതി തന്നെയാണ് എന്ന കാര്യവും കൃഷ്ണൻ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 13 വയസ്സുകാരി തൂങ്ങി മരിച്ചപ്പോൾ വീട്ടിൽ ആദ്യമായി എത്തിയ ഒരാൾ കൂടിയാണ് കൃഷ്ണൻ എത്തിയപ്പോൾ കണ്ടത് ഈ 13 വയസ്സുകാരിയുടെ നെഞ്ചിൽ മാറിടത്തിൽ സിഗരറ്റ് കുറ്റി വെച്ച് പൊള്ളിച്ചതുപോലുള്ള പാടുണ്ടായിരുന്നു. അതിന് ആ സമാനമായ പാട് കാലിൻ്റെ തുടയിലും ഉണ്ടായിരുന്നു എന്ന കാര്യവും കൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഭാഗ്യവതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ CBIക്ക് അടക്കം നൽകിയ വിവരങ്ങളുടെ ആരോപണങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസുമായി കൃഷ്ണൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭാഗ്യവതി പ്രതികൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. രണ്ടാമത്തെ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണക്കാരിയും ഭാഗ്യവതി തന്നെയാണ് എന്ന കാര്യമാണ് കൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 2 കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദികൾ ഈ മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കളുടെ വഴിവിട്ട ബന്ധങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് ഈ കുട്ടികൾ ദാരുണമായി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമെന്നും അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിനിഷ, സച്ചിൻ, CBI കുറ്റപത്രത്തിൽ പറയുന്ന ആ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണോ ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് പറയുന്നത്? വിനിഷ, വാളയാർ പെൺകുട്ടികളുടെ അമ്മ അതിനു മുൻപാണ് ഈ ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. അവിടെ വെച്ചിട്ട് ഈ വഴിവിട്ട, അതായത് വാളയാർ പെൺകുട്ടികളുടെ അമ്മ അമിതമായി മദ്യപിക്കുകയും അതേപോലെ തന്നെ മറ്റു ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്ന പ്രവണത കണ്ടുകൊണ്ടാണ് ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ ഈ വീട്ടിൽ നിന്നും പോകാൻ വേണ്ടി പറയുന്നത്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമാണ് അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ അടക്കം ഈ വാളയാർ കുട്ടികളുടെ അമ്മയടക്കമുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് വലതുപക്ഷ രാഷ്ട്രീയവും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിന് ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലടക്കം വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും BJP അടക്കം ശ്രമിച്ചുകൊണ്ടിരുന്നത്. സർക്കാരാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം അട്ടിമറിക്കുന്നത്, പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതേപോലെ തന്നെ പാലക്കാട് തൃത്താലയിൽ ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൻ്റെ മത്സര സമയത്തടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രചരണം വാളയാർ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും BJPയും നടത്തിയിരുന്നു. അതിനൊക്കെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ തന്നെ കൃത്യമായി വാളയാർ അമ്മയും അതേപോലെ തന്നെ രണ്ടാൻ അച്ഛനുമാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ എന്ന കാര്യം കൂടി ഇപ്പോൾ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് കൃത്യമായി CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലടക്കം ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 25-നാണ് വാളയാർ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രതികൾക്ക് വേണ്ടിയുള്ള സകല ഒത്താശയും ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മ തന്നെയാണ് ചെയ്തു കൊടുത്തത് എന്നാണ് CBI കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണോ, അതായത് പ്രതികൾക്കെതിരായ ഒരു മൊഴിയായിരിക്കും ഈ ഇളയ പെൺകുട്ടി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അമ്മയ്ക്ക് അറിയുന്നത് കൊണ്ടാണോ അത്തരത്തിൽ പെൺകുട്ടിയുടെ മൊഴി വിലക്കി എന്ന് ഈ ബന്ധു പറയുന്നത്? വിനിഷ, തീർച്ചയായും. കാരണം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ എത്തിയപ്പോൾ വാളയാർ അമ്മ പറഞ്ഞത് ഈ രണ്ടാമത്തെ പെൺകുട്ടി വീട്ടിൽ നിന്നും 2 പേർ ഓടിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന കാര്യം അടക്കം പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് അന്ന് ഉന്നയിച്ചത്. എന്നാൽ ഈ ബന്ധു കൂടിയായിട്ടുള്ള കൃഷ്ണൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി രണ്ടാമത്തെ പെൺകുട്ടിയെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അടുത്ത ബന്ധുക്കൾ ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ തടഞ്ഞത് ഈ വാളയാറിലെ
അമ്മയാണ്. അതിനാൽ തന്നെ നിർണായകമായ ഒരു മൊഴിയായിരുന്നു രണ്ടാമത്തെ കുട്ടി കൊടുക്കാൻ ഇരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി ആ മൊഴി കൊടുത്തിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ എത്തില്ലായിരുന്നു എന്ന കാര്യം കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു നിലപാടാണ് തുടക്കം മുതൽ വാളയാർ അമ്മ സ്വീകരിച്ചത്. രണ്ടാം അച്ഛനും ആ സമാനമായ രീതി തന്നെയാണ് സ്വീകരിച്ചത് എന്ന കാര്യം കൃഷ്ണൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാതാപിതാക്കളെ കൃത്യമായ രീതിയിൽ CBI പ്രതി ചേർത്തതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വിനിഷ, സച്ചിൻ, ആ പെൺകുട്ടി ഒരു പക്ഷേ മൊഴി കൊടുത്തിരുന്നെങ്കിൽ തന്നെ ഈ കേസിൻ്റെ ഈ സംഭവത്തിൻ്റെ മാനമാകെ തന്നെ മാറുമായിരുന്നു. ആകേണ്ടിയിരുന്ന ഒരു മൊഴിയാണ് അമ്മ ഇടപെട്ട് വിലക്കിയത് എന്ന ബന്ധുവിൻ്റെ വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വരുന്നത്. വളരെ നിർണായകമായ പ്രതികരണം തന്നെയാണ്, വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കുറ്റപത്രത്തിൽ, CBI കുറ്റപത്രത്തിൽ ഈ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളല്ല, അവർ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നതാണ്. വിൻഷ, അത് തന്നെയാണ്. കാരണം അന്വേഷണം ആ തുടക്കം മുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് ഈ വാളയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ തിരിക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചത്. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില പരിസ്ഥിതിവാദികളും അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ഈ കേസ് വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കൃത്യമായ രീതിയിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസിനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് നയിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബന്ധുക്കളുടെ അടക്കം മൊഴിയെടുക്കൽ, അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കുട്ടിയുടെ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നിരവധി തടസ്സങ്ങൾ അന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ സംഘടനകളും ചില ആളുകളൊക്കെ ചേർന്ന് ശ്രമിച്ചിരുന്നു. അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുന്നത്. കാരണം പോലീസ് അടക്കം കൃത്യമായ രീതിയിൽ ഇതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ശ്രമിച്ചത്. കൃഷ്ണൻ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെ പ്രധാനപ്പെട്ട CBI കണ്ടെത്തിയപ്പോൾ തന്നെ പ്രധാനപ്പെട്ട പ്രതികൾ ഈ മാതാപിതാക്കൾ തന്നെയാണ് എന്നത് വ്യക്തമാകുന്ന മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനിഷ, ശരി, സച്ചിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വാളയാറിലെ പെൺകുട്ടികൾ തൂങ്ങി മരിച്ച സംഭവത്തിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ബന്ധം. കുട്ടികളുടെ അമ്മയും കുടുംബവും കുറച്ച് ദിവസം തന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. മദ്യപിച്ചതിനാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നാണ് ബന്ധു പറയുന്നത്. 13 വയസ്സുകാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ അമ്മ മൊഴി കൊടുക്കാൻ സമ്മതിച്ചില്ല എന്നും ഈ അടുത്ത ബന്ധു കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആദ്യം പ്രതികരണമാണ് കണ്ടത്. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.